ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുലരിയിൽ ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് ഗജകേസരി യോഗമാണ്. അതായത് സമ്പത്ത്, ബുദ്ധി, വലിയ വലിയ നേട്ടങ്ങൾ, പ്രശസ്തി എന്നിവയെല്ലാം ഓരോന്നായി നിങ്ങൾക്ക് വന്നു ചേരും. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നു എന്നതാണ്. മേടം, കർക്കിടകം, മീനം തുടങ്ങിയ രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗ്യാനുഭവങ്ങളാണ് ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷവും സമാധാനവും സമ്മാനിക്കും. അതുമാത്രമല്ല, വ്യാഴവും ചന്ദ്രനും ഒത്തുചേരുന്നതിൻ്റെ ഫലമായി ഗജകേസരി യോഗം രൂപം കൊള്ളുന്നു. ഇത് നിങ്ങൾക്ക് പ്രശസ്തി സമ്പാദിക്കുവാനും ബുദ്ധി, ധനം എന്നിവ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. ആദിത്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന അവസാന ആഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ മകയിരം ഞാറ്റുവേല ആരംഭിക്കും. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ്. വാരം ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ജ്യേഷ്ഠമാസ പൗർണമി വരുന്നു. വ്യാഴാഴ്ച കൃഷ്ണപക്ഷം തുടങ്ങുകയായി. ചൊവ്വ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലാണ്. ബുധൻ മിഥുനം രാശിയിൽ മകയിരം, തിരുവാതിര നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുന്നു. ബുധന മൗഢ്യം അവസാനിച്ചു കഴിഞ്ഞു. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ശുക്രൻ മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിൽ തുടരുന്നു. തുടക്കത്തിൽ, അതായത് ശനിയാഴ്ച ഭരണിയിൽ പ്രവേശിക്കും. വ്യാഴം മിഥുനം രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ്. വെള്ളിയാഴ്ച തിരുവാതിര നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ്. ജൂൺ 12 മുതൽ വ്യാഴം മൗഢ്യത്തിലാകുന്നു. കഷ്ടിച്ച് ഒരു മാസക്കാലം വ്യാഴത്തിന് മൗഢ്യമുണ്ടാകും. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു പൂരുരുട്ടാതി 3-ാം പാദത്തിലും കേതു ഉത്തരം 1-ാം പാദത്തിലും സഞ്ചരിക്കുകയാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ജൂൺ മാസത്തിലെ 8-ാം തീയതി മുതൽ ജൂൺ 14-ാം തീയതി വരെയുള്ള വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ കേതുവും രാശിയുടെ അധിപനായ ചൊവ്വയും യോഗം ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഒറ്റയ്ക്കല്ല, പിൻബലമായി ഒരുപാട് പേരുണ്ടെന്ന തോന്നൽ ശക്തമാകും. എങ്കിലും ആലോചനകൾ കാട് കയറുവാൻ ഇടയുണ്ട്. ഭാവന ഉണ്മയെ വിഴുങ്ങാം. കർത്തവ്യ നിർവഹണത്തിൽ ഒരു പിടി മുൻപേ നിൽക്കുവാൻ കഴിയുന്നതാണ്. മറ്റുള്ളവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അനുരഞ്ജന ശ്രമങ്ങളെല്ലാം വിജയം കൈക്കൊള്ളും. ചൊവ്വയും ബുധനും അഷ്ടമരാശിക്കൂറാകിയാൽ സംയമം അനിവാര്യമാണ്. സാഹസ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ട ദിവസങ്ങളാണ്. മറ്റു ദിവസങ്ങളിൽ മനസുഖം, ഭക്ഷണപ്രീതി, ന്യായമായ വിശ്രമം എന്നിവ വന്നുചേരും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. അനാവശ്യമായ തിടുക്കം കഴിവതും ഒഴിവാക്കേണ്ട ആഴ്ചയാണ്. പഞ്ചമഭാവത്തിലെ കേതു കുജയോഗം ആശയക്കുഴപ്പങ്ങൾ സമ്മാനിക്കും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയുള്ള ദിവസങ്ങളാണ്. പ്രവൃത്തിയിൽ ആലസ്യം ഭവിക്കാം. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭൗതികമായി തരക്കേടില്ലാത്ത കാലമാണ്. ഭോഗസുഖമുണ്ടാകും. നവീന ഗൃഹ ഉപകരണങ്ങൾ, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. ഔദ്യോഗികമായ തിരക്കുകൾ പതിവിലും വർദ്ധിക്കാം. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അഷ്ടമരാശിയാകിയാൽ സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പുതിയ കാര്യങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ ഈ ആഴ്ച തുടങ്ങി വയ്ക്കരുത്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാര്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിൽ എല്ലാ രീതിയിലും വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കും. നിലപാടുകളിൽ ഒപ്പമുള്ള ആളുകളെ അസന്നിഗ്ധമായി ബോധിപ്പിക്കും. നിങ്ങളുടെ സംഘടനാ മികവ് അഭിനന്ദിക്കപ്പെടുന്നതാണ്. വിയോജിക്കുന്ന ആളുകളെ അവഗണിക്കുവാൻ മടിക്കില്ല. സ്വന്തം തൊഴിലിൽ വളർച്ചയുണ്ടാകുന്ന കാലമാണ്. വിപണിയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തും. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നതാണ്.
കുടുംബ ജീവിതത്തിൽ പാരസ്പര്യം ദൃഢമാകും. നിക്ഷേപങ്ങൾ എല്ലാ രീതിയിലും വളരെയധികം കരുതലോടെ വേണം. ചൊവ്വ, ബുധൻ, ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. കഴിവും പ്രതിഭാവിലാസവും തെളിയിക്കുന്ന ധാരാളം അവസരങ്ങൾ ഈ ആഴ്ച വന്നു ചേരും. ചില വിജയങ്ങളെ ആർക്കും തടുക്കുവാൻ സാധിക്കില്ല. മേലധികാരിയുടെ അനുമോദനം വന്നു ചേരും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി സമയം അല്പം നിങ്ങൾക്ക് അസൗകര്യം സമ്മാനിക്കും. ഉപരിപഠനം സംബന്ധിച്ച വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന എല്ലാവിധ ആശങ്കകളും മാറുന്നതാണ്. നാലാം ഇടത്തിലെ കേതു കുജയോഗം മനഃചാഞ്ചല്യത്തിന് കാരണമാകും. ധനവരവ് ഈ ആഴ്ച ഒരു രീതിയിലും മോശമാവില്ല. എന്നാൽ നിങ്ങൾക്ക് ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. തന്മൂലം നിങ്ങളുടെ കുടുംബത്ത് സൂര്യകേടുകൾ ഉണ്ടാകും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. അനുകൂലതകൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ആഴ്ചയാണ്. അല്പമായ നിങ്ങളുടെ പരിശ്രമങ്ങൾ പോലും ഫലവത്തായി കിട്ടും. ന്യായമായ ആവശ്യങ്ങൾ എല്ലാ രീതിയിലും നടന്നു കിട്ടുന്നതാണ്. ഇടവരാശിയിൽ ജനിച്ച ആളുകൾക്ക് ചില അവ്യക്തതകൾ വന്നു ചേരും. തീരുമാനം വൈകുവാൻ ഇടയുണ്ട്. ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. മിഥുന രാശിക്കാർക്ക് പ്രണയം സുലഭമാകും. തൊഴിലിടത്തിൽ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യുവാൻ കഴിയുന്ന ദിവസമാണ്. മേലധികാരികൾ ആധികാരികതയായ അഭിപ്രായം നിങ്ങളോട് തേടുന്നതാണ്. വിരോധികളെ തിരസ്കരിക്കുവാൻ കഴിയും. ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾക്ക് മേന്മ കൂടുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. സംതൃപ്തി ഉണ്ടാകും. വീട്ടിലും കർമ്മ മേഖലയിലും ദൗത്യങ്ങൾ തടസ്സം കൂടാതെ തന്നെ നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും. മുൻപ് പരിശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. വിപൽ ധൈര്യം പ്രശംസിക്കപ്പെടും. അനുരാഗികൾക്ക് ഭാവി പ്രതീക്ഷ വളരെയധികം ദൃഢമാകുന്നതാണ്. സഹോദരങ്ങളുടെ പിൻബലം ആശ്വാസം സമ്മാനിക്കും. ദാമ്പത്യത്തിൽ വളരെയധികം സുഖം അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. വസ്തു വിൽപ്പനയിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഘ്നങ്ങളും നിങ്ങളെ വിട്ടൊഴിയുന്നതാണ്. പാരിതോഷികം ലഭിക്കാം. പുതിയ ഫർണിച്ചറുകൾ വാങ്ങുവാൻ സാധിക്കും. ഞായർ, തിങ്കൾ, ശനി ദിവസങ്ങൾക്ക് ഗുണം അല്പം കുറയുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പ്രധാന കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കും. സ്വന്തം കഴിവിൽ അഭിമാനിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ബിസിനസ്സിൽ വിജയം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. വലിയ പ്രൊജക്റ്റുകൾക്ക് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ആരംഭിക്കുവാനും സാധിക്കുന്നതാണ്. സഹായ വാഗ്ദാനങ്ങൾ സമയത്ത് തന്നെ കരഗതമാകും. മക്കളുടെ ശ്രേയസിൽ പുറത്തു കാട്ടാതെ തന്നെ ആഹ്ലാദിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് നല്ല കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. ദൈവിക സമർപ്പണങ്ങൾ നിർവിഘ്നം പൂർത്തിയാക്കുവാൻ സാധിക്കും. ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സൗഖ്യം, ധന നേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ജന്മരാശിയിൽ നിന്നും ചൊവ്വ മാറിയത് ആശ്വാസം സമ്മാനിക്കും. എന്നാലും വാക് സ്ഥാനത്ത് പാപഗ്രഹങ്ങൾ യോഗം ചെയ്യുന്നതിനാൽ വാക്കുകളിൽ വളരെയധികം കരുതൽ വേണം. പ്രതീക്ഷിച്ച വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെടാം. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാൻ ശ്രമിക്കുന്നതാണ്. ഇടയ്ക്കിടെ ആലസ്യമുണ്ടാകും. നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുന്ന ദിവസങ്ങളാണ്. സർക്കാർ ഓഫീസുകളിലെ ദൗത്യം വിജയിക്കും. ബന്ധുക്കളുടെ തർക്കത്തിൽ ഇടപെടുന്നത് വളരെയധികം കരുതലോടെ വേണം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം വേണ്ടിവരുന്നതാണ്. ഞായർ മുതൽ ചൊവ്വ വരെയുള്ള ദിവസങ്ങൾക്ക് ഗുണം അല്പം കുറയുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ബുധനും വ്യാഴവും 12-ൽ സഞ്ചരിക്കുകയാൽ കുടുംബ ദൈവിക കാര്യങ്ങൾക്കായി യാത്ര ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. തത്സംബന്ധമായ ചെലവുകളും വന്നു ചേരും. ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച അറിയിപ്പുകൾ വന്നു ചേരും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. കച്ചവടത്തിൽ നിങ്ങൾക്ക് ലാഭം സാമാന്യമായി വന്നു ചേരും. കടം കൊടുത്ത തുക മടക്കി കിട്ടുവാൻ വളരെയധികം പ്രയത്നം വേണ്ടിവരുന്നതാണ്.
ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറിയതിനാൽ ദേഹക്ലേശത്തിനും മനസ്സംഘർഷത്തിനും അയവുണ്ടാകുന്നതാണ്. എന്നാൽ വാക്സ്ഥാനത്തിൽ ചൊവ്വ കേതു സഞ്ചരിക്കുകയാൽ തർക്കങ്ങൾ ഏർപ്പെടുവാനും സാധ്യതയുണ്ട്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ഔദ്യോഗികമായ വ്യക്തിപരമായ യാത്രകൾ വേണ്ടിവരുന്നതാണ്. സുഹൃത്ത് സമാഗമത്തിൽ സംബന്ധിക്കും. ബിസിനസ്സിൽ കൂടുതൽ ധനം മുതലെടുക്കുന്നത് വളരെയധികം ചിന്തിച്ചു വേണം. സാമ്പത്തികമായി അമളികൾ വരുവാൻ ഇടയുള്ള ആഴ്ചയാണ്. നിങ്ങളുടെ പണയ വസ്തുക്കളുടെ വായ്പ തിരിച്ചടവ് വൈകും. ജന്മരാശിയിലെ ചൊവ്വയും കേതുവും അനാവശ്യമായ ക്ഷോഭങ്ങൾ സമ്മാനിക്കും. വാരത്തിന്റെ ആദ്യ അവസാന ദിവസങ്ങൾക്കാക്കും വളരെയധികം മേന്മ വന്നു ചേരുക. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. സ്വസ്ഥതയും അസ്വസ്ഥതയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ബന്ധു സമാഗമം സന്തോഷം സമ്മാനിക്കും. ധനവരവ് വളരെയധികം തൃപ്തികരമാകുന്ന ആഴ്ചയാണ്. എന്നാലും നിങ്ങൾക്ക് അല്പം ചെലവ് വർദ്ധിക്കും. മേലധികാരിയുടെ പ്രീതി സമ്മാനിക്കുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഗൃഹത്തിന് ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ വന്നു ചേരും. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. മകം നാളിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഉത്രം നാളിൽ സഞ്ചരിക്കുന്ന കേതുവും അക്ഷരാർത്ഥത്തിൽ തന്നെ ചെകുത്താനും കടലിനും ഇടയിൽ എന്ന സ്ഥിതിയിൽ കൊണ്ടു ചാടിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. ദുസ്സാഹസങ്ങൾക്ക് യാതൊരു രീതിയിലും നിങ്ങൾ മുതിരരുത്. അമിതമായ ആത്മവിശ്വാസം ഈ ആഴ്ച നന്നല്ല. മനസ്സിനിണങ്ങിയ വസ്തുക്കൾ വാങ്ങുവാൻ ചെലവുണ്ടാകുന്നതാണ്. വേണ്ടപ്പെട്ടവരെ കാണുവാനും അവരുമായി ആഹ്ലാദം പങ്കിടുവാനുമുള്ള സന്ദർഭം വന്നെത്തും. വിദേശത്ത് നിന്നും മകൻ്റെ അതുമല്ലെങ്കിൽ മകളുടെ ധനം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പുതിയ കോഴ്സിലേക്ക് പ്രവേശനത്തിനുള്ള അറിയിപ്പ് ലഭിക്കും. ജോലി സ്ഥലത്ത് പൂർണ്ണമായ തൃപ്തി ഉണ്ടാകും എന്ന് പറയുവാൻ സാധിക്കില്ല. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. കാര്യനിർവഹണത്തിൽ ശുഷ്കാന്തി ഉണ്ടാകും. ആസൂത്രണ മികവിന് മേലധികാരിയുടെ അംഗീകാരം ലഭിക്കും. ഒപ്പമുള്ളവരുടെ സഹകരണക്കുറവിൽ വളരെയധികം വിഷമം തോന്നുന്നതാണ്. വായ്പാ തിരിച്ചടവുകൾ മുടങ്ങില്ല. ധനകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. 12-ൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നതിനാൽ പാഴ്ചെലവുകൾ വന്നേക്കാം. ഉപാസന, ദൈവിക സമർപ്പണങ്ങൾ ഇവയ്ക്ക് നേരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാൻ ഉത്സാഹിക്കും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമായി അനുഭവപ്പെടുന്നതാണ്. വാരാദ്യത്തെക്കാൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വളരെയധികം മികവ് അനുഭവപ്പെടുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. തുലാം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. സംഘടനകളിൽ നേതൃത്വ പദവി ലഭിക്കുന്നതാണ്. മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിച്ച രീതിയിലുള്ള സാമ്പത്തിക സഹായം സിദ്ധിക്കുന്നതാണ്. സുഖഭക്ഷണ യോഗം, ന്യായമായ വിശ്രമം ഇവ ലഭിക്കുന്നതാണ്. ഭൂമി വിൽക്കുന്നതിൻ്റെ അഡ്വാൻസ് തുക കിട്ടും. സാമൂഹിക മാധ്യമങ്ങളിൽ പിന്തുടരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. കന്നി രാശിക്കാർക്ക് വരവും ചെലവും പൊരുത്തപ്പെടുവാൻ കഴിയാതെ വിഷമിക്കേണ്ടി വരും. സാംക്രമിക രോഗങ്ങൾ വലയ്ക്കുവാൻ ഇടയുണ്ട്. ഉദ്ദേശരഹിതമായ യാത്രകളിൽ ഏർപ്പെടുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ന്യായമായ ആവശ്യങ്ങൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കുവാൻ സാധിക്കും. മുൻപ് പിണക്കത്തിൽ കഴിഞ്ഞ ആളുകളെല്ലാം ഇപ്പോൾ നിങ്ങളുമായി ഇണക്കത്തിലാകുന്ന ആഴ്ചയാണ്. ലോണിലുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വസിക്കുവാനുള്ള ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാം. ബന്ധുകലഹങ്ങൾക്ക് ന്യായമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയുന്നതാണ്. ഉപരിപഠനത്തിലുള്ള അറിയിപ്പ് ലഭിക്കും. വിദേശത്തുള്ളവരുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പോംവഴി കിട്ടുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് അത്ര നല്ല വാരമല്ല വന്നെത്തിയിരിക്കുന്നത്. അകാരണമായി നിങ്ങളുടെ പ്രണയത്തിൽ വിള്ളൽ ഭവിക്കുവാനും ഇടയുണ്ട്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ആദിത്യന്റെ അനിഷ്ടസ്ഥിതി ആലസ്യത്തിന് ഇടയാക്കും.
പൂർത്തിയാക്കാം എന്നേറ്റ കാര്യങ്ങൾ പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് എതിരാളികളെ ഭയക്കേണ്ട സ്ഥിതി വന്നു ചേരും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉചിതമല്ലാത്ത ഷിഫ്റ്റിലേക്ക് മാറേണ്ടി വരും. പണമിടപാടുകളിൽ വളരെയധികം ജാഗ്രത വേണം. ഭൂമിയിൽ നിന്നുള്ള ആദായം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉതകുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് ജീവകാരുണ്യ കർമ്മങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. 4-ാം ഭാവത്തിലെ രാഹു മനക്ലേശത്തിന് കാരണമാകും. മകന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ഞായറും തിങ്കളും ലഘുയാത്രകൾ ഉണ്ടാകും. ചെലവിന് പല വഴികൾ വന്നു ചേരും. ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ തയ്യാറാകേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൃത്യാർത്ഥത അനുഭവപ്പെടും. ചുമതലകൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയുന്നതാണ്. ധനവിനിയോഗത്തിൽ ഇഷ്ടജനങ്ങളെ പരിഗണിക്കുന്നതിനാൽ ആരോപണത്തിന് വിധേയരാകും. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അപകർഷത തോന്നുന്നതാണ്. ചിലരോട് കയർത്ത് സംസാരിക്കേണ്ട ഇട വന്നു ചേരും. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇടക്കാല കോഴ്സുകളിൽ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് കാര്യങ്ങൾക്കായി പകരക്കാരെ നിയോഗിക്കേണ്ടി വരും. സംഘടനാ പ്രവർത്തനം പരിമിതപ്പെടുത്തുവാൻ വീട്ടിൽ നിന്നും സമ്മർദ്ദം ഉയരുന്നതാണ്. അയൽ തർക്കങ്ങൾ പരിഹരിക്കും. താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള ശ്രമം തുടരേണ്ടി വരും. സാമ്പത്തികമായി അമളികൾ പറ്റാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണ്ടതാണ്. ജീവകാരുണ്യത്തിൽ താല്പര്യമേറും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാഗ്ദാനം പാലിക്കാനാകാതെ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ചൊവ്വ അഷ്ടമഭാവത്തിൽ നിന്നും മാറിയത് ഒട്ടാകെ ആശ്വാസകരമാണ്. എന്നാൽ ഭാഗ്യഭാവത്തിലെ ചൊവ്വ കേതു യോഗം ഭാഗ്യഭ്രംശത്തിന് കാരണമാകും. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കരഗതമാകുവാൻ വിളംബം ഉണ്ടാകും. ആത്മിക കാര്യങ്ങൾ മുടങ്ങിയേക്കും. വാരാദ്യത്തിന് വളരെയധികം ഗുണമേറുന്നതാണ്. ധനാഗമം, ബന്ധു സന്ദർശനം, വിരുന്നുകൾ എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകും. സമയനിഷ്ഠ പാളുന്നതാണ്. മറ്റു ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ വന്നെത്തും. കായിക അധ്വാനം വേണ്ടിവരുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് പോരാടം നക്ഷത്രക്കാരാണ്. കർമ്മ മേഖലയിൽ ഊർജ്ജസ്വലത ഉണ്ടാകും. നിർദ്ദേശങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്നും സ്വീകാര്യത കിട്ടുന്നതാണ്. നിങ്ങളുടെ ക്രിയാത്മകത ചിന്തയിലും പ്രവൃത്തിയിലും തെളിയും. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. ഏജൻസി അതുമല്ലെങ്കിൽ കമ്മീഷൻ ലഭിക്കുന്ന ജോലിയിൽ നിന്നും ആദായം വളരെയധികം വർദ്ധിക്കും. മകൻ്റെ അതുമല്ലെങ്കിൽ മകളുടെ ജോലിക്കാര്യത്തിൽ നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയുന്നതാണ്. വൃദ്ധജനങ്ങളെ സന്ദർശിച്ച് അവർക്ക് സമാശ്വാസം പകരും. ചൊവ്വ ബുധൻ ശനി ദിവസങ്ങളിൽ ദേഹക്ലേശമുണ്ടാകും. ചെലവധികരിക്കുന്ന ആഴ്ച കൂടിയാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനുരാശിക്കാർക്ക് സമ്മിശ്രമായ ഫലം സമ്മാനിക്കുന്ന ആഴ്ചയാണ്. തൊഴിലിടത്തിൽ അവഗണിക്കപ്പെടും. കായിക അധ്വാനം ക്ലേശിപ്പിക്കുന്നതാണ്. അനാവശ്യമായ പിടിവാശി കാട്ടുവാൻ കഴിയും. കലാകാരന്മാർക്ക് തിളങ്ങുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭാവനാത്മകത വളരെയധികം വർദ്ധിക്കും. സഹായ വാഗ്ദാനം കൈവശമെത്തില്ല. മകരരാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ സമാധാനം പുലരും. കുടുംബജീവിതത്തിൽ അനുരഞ്ജന ശ്രമങ്ങളെല്ലാം ഫലവത്താകും. അഷ്ടമഭാവത്തിലെ പാപഗ്രഹങ്ങളാൽ ദേഹക്ലേശം അനുഭവപ്പെടുന്നതാണ്. വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. കർമ്മരംഗത്ത് അംഗീകരിക്കപ്പെടും. കാര്യസാധ്യത്തിന് കാലവിളംബം വരില്ല. മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അനായാസം ആവിഷ്കരിക്കും. ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ഫലം കാട്ടി തുടങ്ങുന്നതാണ്. കിട്ടാക്കടങ്ങൾ ഭാഗികമായി കൈവശം വന്നു ചേരും.
ഗൃഹാന്ത ഭാഗത്ത് മിനുക്കുപണികൾ നടത്തേണ്ടി വരും. തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾക്ക് വളരെയധികം മെച്ചമേറുന്നതാണ്. സുഹൃത്തുക്കൾ അതുമല്ലെങ്കിൽ ബന്ധു സമാഗമം സന്തോഷം സമ്മാനിക്കും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകുന്നതാണ്. ചൊവ്വയും കേതുവും അഷ്ടമഭാവത്തിലാകിയാൽ എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മകരരാശിക്കാർക്ക് എല്ലാ രീതിയിലും വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. അപേക്ഷകളും നിവേദനങ്ങളും വിതുരകർണങ്ങളിൽ പതിച്ചേക്കാം. ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നതാണ്. അകാരണമായ ദേഷ്യത്തിനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം അല്പം കുറയുന്നതാണ്. കുംഭരാശിക്കാർക്ക് പ്രണയ നിരാസം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ അനൈക്യം പ്രകടമാകും. മേലധികാരികൾ തൃപ്തിപ്പെടുമ്പോഴും പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. പൊതുവെ നിങ്ങളുടെ ധനസ്ഥിതി വളരെയധികം ഉയരും. പണയ വസ്തുക്കളുടെ തിരിച്ചടവ് സാധ്യമാകുന്നതാണ്. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത വരുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളോട് എളുപ്പം പൊരുത്തപ്പെടുവാൻ സാധിക്കില്ല. മനസ്സ് സങ്കല്പ ലോകത്തിലേക്കായിരിക്കും വന്നു ചേരുന്നത്. ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം വർദ്ധിക്കും. എന്നാൽ തൃപ്തി ഉണ്ടാകുവാൻ ഇടയില്ല. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കം ഏർപ്പെടാം. ബിസിനസ്സുകാർക്ക് ധനലാഭമുണ്ടാകും. വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങാതിരിക്കുവാൻ ക്ലേശിക്കേണ്ടി വരും. മകന്റെ മേൽപ്പടിപ്പ് സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്നതാണ്. ഗവേഷകർക്ക് പ്രബന്ധ രചനയിൽ പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. ദേഹക്ലേശമുണ്ടാകും. വിരുന്നുകളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പലതും ആലോചിച്ചു കൂട്ടും. അനാവശ്യമായ ആദി എല്ലാ രീതിയിലും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുവാൻ ഇടയുള്ള ആഴ്ചയാണ്. നിങ്ങളുടെ ക്രിയാകുലശത വേണ്ടത്ര ഉണ്ടാകില്ല. കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. അതനുസരിച്ചുള്ള ഫലം വന്നു ചേരണമെന്നില്ല. വാഹനത്തിന്റെ കേടുപാടുകൾ തീർത്ത് നിരത്തിലിറക്കുവാൻ കഴിയും. സ്വയം വിമർശനത്തിൽ ആനന്ദിക്കും. കുംഭരാശിക്കാർക്ക് ദാമ്പത്യത്തിൽ സ്വൈര്യം കുറയുന്നതാണ്. മീനരാശിക്കാർക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ധനപരമായി നിങ്ങൾക്ക് തരക്കേടില്ലാത്ത കാലമാണ്. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാനും ആരാധനാലയങ്ങൾ സന്ദർശിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ജീവിതം കൂടുതൽ ചലനാത്മകമാകുവാൻ ആഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഗതിവേഗം ഒരു കാര്യത്തിലും കൈവരിക്കുവാൻ സാധിക്കില്ല. ചൊവ്വയും കേതുവും 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ്സിൽ മോശമല്ലാത്ത രീതിയിലുള്ള ധനം വന്നു ചേരും. എന്നാൽ കൂടുതൽ ധനം നിക്ഷേപിക്കുന്നത് വളരെയധികം ദോഷകരമാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് അല്പശമനം വരാം. കൈവായ്പകൾ മടക്കി കിട്ടുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ കൃത്യമായ തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും. ഭൂമി വിൽപ്പനയിലെ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധന് വ്യാഴയോഗം വന്നതും സ്വക്ഷേത്രസ്ഥിതി ഉണ്ടായതും ജീവിതത്തിൽ സ്വൈര്യം അനുഭവിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ്. രാഹുവും ശനിയും വിപരീത ഭാവങ്ങളിലാണെങ്കിൽ കൂടി കാര്യ തടസ്സമുണ്ടാക്കില്ല. നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ ആദായം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ ഉപദേശം ഗുണത്തിനായിട്ടാകും ഫലവത്താകുക. ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഉദ്യോഗസ്ഥർക്ക് താൽക്കാലികമായ തസ്തിക മാറ്റം സാധ്യമാകുന്നതാണ്. കർമ്മരംഗത്ത് ഉത്സാഹമുണ്ടാകും. കലാകാരന്മാർക്ക് ശുക്രന്റെ അനുകൂലത മൂലം എല്ലാ കാര്യങ്ങളിലും എവിടെയും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.